Hello guys, welcome back to my YouTube channel. Hello guys, welcome back to my YouTube channel. ഇത് നമ്മളൊരു ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ് ടു വാണിയമ്പാറ. അപ്പൊ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാട്ടാ, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛനാണ് ഡ്രൈവ് ചെയ്യണേ. ഞാൻ സൈഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് സീനറീസ് വ്യൂസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾ മാത്രമല്ല കേട്ടാ, നമ്മളെ സിറ്റിയെ പോയിട്ട് ജിഷ മാമയും ഉണ്ടാവും. അപ്പൊ അവരും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങളും വായോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓക്കെ, കാണുന്നതാണ് നമ്മുടെ ചുവന്ന മണ്ണിലെ നീർപ്പാലം. 1947 പീച്ചി ഡാം നിർമ്മിച്ചപ്പോ തന്നെയാണ് ഈ പാലവും ഇവിടെ പണിതിരിക്കണേ. NH47 വന്നപ്പോഴും ഈ പാലത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് സൂര്യാസ്തമയം കാണാനും വേനൽക്കാലാവുമ്പോ കുട്ടികൾക്കും നാട്ടുകാർക്കും ഇവിടെ വന്ന് കുളിക്കാനും ഒക്കെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാട്ടോ. ഇവിടുന്ന് കുതിരാൻ ടണൽ കഴിഞ്ഞ് ഒരു 4 കിലോമീറ്റർ നീങ്ങി ഒരു വളവ് കഴിഞ്ഞാൽ നേരെ എത്തുന്നത് വാണിയമ്പാറയിലേക്കാട്ടോ. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റത്തെ റോഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നിർമ്മിച്ച തുരങ്കാട്ടോ കുതിരാൻ ടണൽ. ഒരുപാട് വ്ളോഗ്സിലൂടെ നിങ്ങൾ ഈ ടണലിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലെ റൈറ്റ് ടണൽ 944 മീറ്റർ നീളവും ലെഫ്റ്റ് ടണൽ 955 മീറ്റർ നീളവുമാണ് ഉള്ളത്. ഒന്ന് ഓർക്കണം, 5 വർഷം എടുത്തു ഈ ടണൽ പണിത് തീർക്കാൻ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ നീങ്ങിയാൽ കാൽനടക്കായി നിർമ്മിച്ച് ചെറിയൊരു സ്കൈ വാക്ക് കാണാം. അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് എടുക്കേണ്ടത്. ഈ റൈറ്റ് സ്കിപ്പ് ചെയ്താൽ നമ്മൾ കുറെ അധികം നേരെ പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചു നോക്കിയിരിക്കുക. തിരിഞ്ഞു കഴിയുമ്പോ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പച്ച ബോർഡ് വെച്ചിട്ടുണ്ടാവും, നീലിപ്പാറ. അവിടുന്ന് കുറച്ചും കൂടി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വാണിയമ്പാറ എന്ന് പറഞ്ഞൊരു ബോർഡും കാണാം. അങ്ങനെ നമ്മളിതാ വാണിയമ്പാറ എത്തി. റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ മിനി സ്വിറ്റ്സർലാൻഡ് മാത്രല്ല, ഒരു ചെറിയ ദുർഗാ ക്ഷേത്രം കൂടി ഇവിടെ ഉണ്ടെന്ന്. ആദ്യമേ പറയാം, പോണ വഴിയൊക്കെ കുറച്ച് മോശമാണ്. വാണിയമ്പാറയിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആണ്. അതായത് ഒരു കാറിന് നല്ല സുഖമായി പോവാം, പക്ഷെ ഓപ്പോസിറ്റ് ഒരു കാറ് വന്നു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലാണ് നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റുക. ഇവിടുന്ന് നേരെ ഈ റബ്ബർ കാട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ കട കാണാട്ടോ. അവിടുന്ന് ഒരു ചായം കുടിച്ച് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒരു വഴിയുണ്ട്. നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് പോയത്. ഒരു 4 കിലോമീറ്റർ ആണ് റൈറ്റിലോട്ടുള്ള വഴി. അതില് ലെഫ്റ്റ് സൈഡ് ഫുള്ള് താഴ്ന്നു പോകുന്ന മണ്ണാട്ടോ ഇട്ടിരിക്കുന്നത്. ചായക്കടയിൽ ചോദിച്ചപ്പോ ഇന്നും കൂടി സൈഡ് കൊടുത്തപ്പോ ഒരു കാർ അവിടെ ആ മണ്ണിൽ സ്ട്രക്കായി പോയി എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ചില വീടുകളാണെങ്കിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കാട്ടോ. അത് കണ്ടപ്പോ എനിക്ക് ലേശം ഒരു കൗതുകം തോന്നി. അവിടുന്ന് നേരെ വന്നപ്പോ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ. നല്ല പൂക്കളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിക്കാണ് ഓരോ വീടും അലങ്കരിച്ചിട്ടുള്ളത്. പോണ വഴി ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പാലവും ഒരു കുഞ്ഞി വെള്ളച്ചാട്ടവും കാണാട്ടോ. പക്ഷെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തോണ്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ട് നേരെ പോകുന്നു. ഈ കാണുന്നതാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയപ്പെടുന്നത്, പീച്ചി പാടം. ഈ പാടത്തിന് തൊട്ടടുത്തായിട്ട് ഒരു കടയും നമുക്ക് കാണാം. സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ നടക്കാന്ന് വിചാരിച്ചു. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാ മതി കേട്ടോ. ഞായറാഴ്ച ഒക്കെ ആവുമ്പോ ഭയങ്കര തിരക്കാന്ന്. നമ്മൾ ഇടദിവസം പോയോണ്ടാട്ടോ നമുക്കധികം ട്രാഫിക് ഒന്നും കിട്ടാണ്ട് നല്ല സുഖമായിട്ട് പോവാൻ പറ്റിയത്. കേറി വരുമ്പോ തന്നെ ഒരു വാണിംഗ് ബോർഡും അവിടെ വെച്ചിട്ടുണ്ട്. കുട്ടികളും ഫാമിലിയും ഒക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാട്ടോ. കണ്ടോ, വണ്ടി ഇറക്കിയിട്ട് മണ്ണിൽ ചക്കരം താഴ്ന്നതിന്റെ പാടുകൾ നിങ്ങൾക്ക് ധാരാളം കാണാം ഇവിടെ. ഇവിടെ നിന്ന് നോക്കുമ്പോ നല്ല ഒരു പുഴ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേനൽക്കാലത്ത് ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിച്ചിരുന്ന ഗ്രൗണ്ട് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാട്ടോ ഈ വാണിയമ്പാറയിലെ പീച്ചി പാടം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. ഇവിടെ വന്നപ്പോഴാണ് ബോട്ടിംഗ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. സംഭവം എനിക്ക് പേടിയാണെങ്കിലും ലൈഫിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ച് ഞാനും അച്ഛനും കൂടി കയറി ബോട്ടിലേക്ക്. ഈ സഞ്ചാരത്തിനിടയിൽ ഇവിടുത്തെ നാട്ടുകാരനായ പോളേട്ടൻ ഒരുപാട് വിശേഷങ്ങള് ഈ നാടിനെ കുറിച്ച് പറഞ്ഞു തന്നു കേട്ടോ. നല്ല ഫീലിട്ടത്, തൊട്ടടുത്ത് അപ്പുറത്തും വെള്ളം. ഇതിന് താഴ്ചയുണ്ടാ?
ബോട്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ നമ്മുടെ പോളേട്ടൻ അദ്ദേഹത്തിന്റെ വീടൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ മക്കളെ ഡെയിലി ബോട്ടിലൂടെ കൊണ്ടുപോകാറുണ്ടെന്ന്. ബോട്ടിൽ കയറുമ്പോ തന്നെ ഞാൻ ആദ്യം ചോദിച്ചത് സംഭവം അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതിൽ കയറിയിട്ട് ചാടാണ്ട് വിളകാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് പോയിട്ട് ആസ്വദിച്ച് വരാം, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ്. ഈ കാണുന്ന ചെറിയൊരു ലേക്കിന് ചുറ്റുമൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് വരുമ്പോ അവരെയും കൊണ്ടുപോകാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടം വരെ എത്തിയപ്പോഴേക്കും ബോട്ട് തിരിക്കാൻ പറഞ്ഞു. അധികം ബോട്ടിലിരുന്ന് മുഷിയുണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ കുറെ ദൂരെ കൂടെ പോയപ്പോഴാണ് നടുക്കത്തായിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പോൾ. ഇപ്പൊ ഈ സീസണില് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കുറയോ? ഓണം കഴിഞ്ഞതുകൊണ്ട് അത് മഴയുടെ അനുസരിച്ച് ചിലപ്പോ മഴ ഇന്നത്തെ മഴ ശക്തി കുറയുന്ന പറഞ്ഞേക്കണേ. കാറ്റടിക്കുമ്പോ കാറ്റടിക്കുമ്പോ ഈ കാറ്റ് നമുക്ക് വിഷയമല്ല. നല്ല കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഓളമായിരിക്കും. അപ്പൊ നമുക്ക് വണ്ടി വരാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ കുഴപ്പമില്ല. ഈ ഭാഗത്ത് നല്ല കാറ്റുള്ള പോലെ. അതെന്താ അവിടെ വീടാ? അമ്പലം. അമ്പല അവിടെ വേണമെങ്കിൽ ഇറങ്ങാൻ തോന്നുന്നുണ്ടല്ലേ? ഭദ്രകാളിയുടെ അവിടെയും ബോട്ടൊക്കെ ഉണ്ട്, ഇറങ്ങാൻ തോന്നുന്നുണ്ടല്ലേ? അവിടെയുണ്ട് ബോട്ടിംഗ് ഉണ്ട്. ഇല്ല അല്ലേ? ജീവിതം ഞാനൊക്കെ മറ്റന്റെ വഞ്ചിയായിരുന്നു ആദ്യമൊക്കെ. മറ്റന്റെ വഞ്ചിയൊക്കെ നമുക്ക് കംപ്ലൈന്റ് കൂടുതൽ മെയിൻ്റെനൻസിന് ഇത്രയും വഞ്ചിന് മെയിൻ്റെനൻസിന് ഒരു വർഷം ഒരു 7000 രൂപ. അതിലേക്ക് അതിന് ജോയിന്റ് കൊടുക്കാൻ തീരെ വരുന്ന പെല്ലി അതാണ് നമ്മുടെ ഇവിടെ വരില്ല. ഓട്ടപ്പുറത്ത് പോകണം. 650 രൂപ 200 രൂപ ഇതിലെ പെള്ളിക്ക് വരില്ല. 4500 രൂപ ഒരു പാട്ട മത്തി നെയ്യാണ് വഞ്ചിക്കുക. മരത്തിന് ബലം കിട്ടാൻ അതിന് 4500. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം. അത് അവിടെ ഇതിലിപ്പോ എത്ര ആൾക്കാരിക്കാം? ഇതിപ്പോ ഞാൻ 7 ആളെ വരെയും കൊണ്ടു. 7 ആള്. ഇത് പരിചയമുള്ളത്. കഴിഞ്ഞാൽ 5 ആളൊക്കെ സുഖമായിട്ട് ഫൈബർ ബോട്ട്. ഇത് ലീക്കില്ല. നമ്മൾ കയറുമ്പോൾ ഫ്രണ്ടായിട്ട് അവിടെ കയറി ഫ്രണ്ടിലിരിക്കും. പിന്നെ നമ്മള് ബാലൻസ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. വഞ്ചി കയറിയോ ഇത് വെള്ളം ഒന്നും ഉണ്ടാവില്ല. കൈ കഴുകണ്ട. ഇവിടുത്തെ ഗ്രാമത്തിൽ മിക്ക വീട്ടുകളിലും ഇങ്ങനെ ഒരു ഫൈബർ ബോട്ട് ഉണ്ടാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ മിക്ക വീട്ടിലും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ വലയും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പുറത്തുനിന്ന് ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും നമ്മുടെ ബോട്ട് യാത്ര അടിപൊളിയാക്കി തന്ന് നമ്മുടെ പോളേട്ടനോട് നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് നമ്മുടെ കാർ എടുത്ത് പോയപ്പോ ഈ വീടിനുള്ളിൽ ഒരു മയില് കണ്ടു കേട്ടോ. മയിലുകൾ ഈ വഴി വളരെ കോമൺ ആണ്. അത്രയും അധികം നമുക്ക് പോണ വഴിയെ കാണാം. പിന്നെ ഈ കാണുന്നത് പുറത്തൊക്കെ ഗാർഡനിൽ പുല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിവിടെ പ്ലോട്ടായിട്ട് വളർത്തിയേക്കുന്ന കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. അങ്ങനെ തിരിച്ചു പോകുമ്പോ കണ്ടൊരു ചെടിയാട്ടോ ഇത്. ഈ ചെടിയുടെ അറ്റത്ത് എന്താന്ന് മനസ്സിലായവര് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ആ ചായക്കടയിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള വഴിയാട്ടോ. ഇവിടുന്ന് 2 കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മുടെ ദുർഗാദേവിയുടെ ക്ഷേത്രമുള്ളത്. പോണ വഴി ഇഷ്ടം പോലെ പയറ് നട്ട് പിടിപ്പിച്ചേർക്കുന്ന സ്ഥലവും ധാരാളം കാണാം. ഈ വഴി എത്തിച്ചേർന്ന് തന്നെ നമ്മുടെ ക്ഷേത്രത്തിലേക്കാട്ടോ. ഗൂഗിൾ മാപ്പില് പീച്ചി പാടം എന്നടിച്ചാൽ മതി, നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടൂട്ടോ. ഇനിയും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണണം. കൂടുതൽ വിവരങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വണ്ടി അവിടെ നിർത്തിയപ്പോഴേക്കും 3 വിരുന്നുകാര് അവിടെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നപ്പോ ദൂരെ നമ്മൾ ബോട്ടിൽ നിന്ന് കണ്ട ആ ക്ഷേത്രമാണ് ഇവിടെ കണ്ടത്. ചെറിയൊരു ക്ഷേത്രമായിരുന്നു. നമ്മൾ ഉള്ളിലോട്ടൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ
ബൈ മക്കളെ.